ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേയ് ഗെയിമർ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ന് എന്തൊക്കെ വന്നു അതാണ് മെയിനായിട്ട് നോക്കാൻ പോണത്. പിന്നെ ഒരു 50 റുപ്യൻ്റെ മാച്ചും കളിച്ചാലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ വന്നു, നമ്മൾ പറഞ്ഞ പാക്ക് തന്നെയാണോ നോക്കാം. പീറ്റർ ചെക്കും സ്റ്റാമും വേർമെലനും തന്നെയാണോ നോക്കണേ, അതോ വേറെ ഏതെങ്കിലും ബാക്ക് വരുമോ ഒന്നും പറയാൻ പറ്റില്ല. കൊണാമിയും കൂടിയാണ്. കൊണാമി പറഞ്ഞാൽ പിന്നെ വിചാരിക്കാതെ കൊണ്ടുവരണമാണ് കൊണാമിയൊക്കെ ആസിഡോട്ടിൽ ഗൈസ് നമ്മൾ വിചാരിച്ച അതേമാതിരി തന്നെ പീറ്റർ ചെക്ക് ഉണ്ട് കേട്ടോ. 50 കോയിൻ പുറത്തൊന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ അതേ പാക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്കണൂരുണ്ടെങ്കിൽ കറക്കോളി. ഞാൻ പറഞ്ഞ അതേ പീറ്റർ ചെക്കാണ് വന്നിട്ടുണ്ട്. പീറ്റർ ചെക്ക് പറഞ്ഞാൽ 106 107 കളിയാവും. 107 ആവും ഗൈസ്, കിണ്ണം കളിയാവും. അപ്പോൾ വേറെ എടുക്കുക. നല്ലൊരു പാക്കനാണ്. നമ്മളെ പാക്ക് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാകാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ. പീറ്റർ ചെക്കിൻ്റെ ചെക്ക് വരാൻ അത്രക്കും നല്ലൊരു കാർഡാണ്. കിട്ടിയാൽ പുള്ളി, പിന്നെ സ്റ്റാമിന കിട്ടിയാലും പുള്ളി. ബാക്കൊക്കെ ആയിട്ട് ബോൾ പോല വരുന്നുണ്ട്. സ്റ്റാമിന നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബിൽഡപ്പിലായതുകൊണ്ട് കിണ്ണം കളി തന്നെ. പിന്നെ സ്കില്ല്, ഹെഡിങ്, വെയിറ്റ് പാസ്, മാൻ മാർക്ക്, ഇൻ്റർസെപ്ഷൻ, ഒരു ബാക്കിന് എന്തൊക്കെ വേണോ അതൊക്കെ ഉള്ളൊരു കാർഡാണ്. പിന്നെ കീപ്പർ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് ഗോൾ കീപ്പർ. സ്കില്ല് അങ്ങനെയായിട്ട് ഉണ്ടാവില്ല, അപ്പോൾ ഗോൾ കീപ്പറിന് വേണ്ടല്ലുണ്ട്. പിന്നെ വേർമെലൻ നോക്കുകയാണെങ്കിലോ ബിൽഡപ്പിൻ്റെ സെൻറ്റർ ബാക്ക് തന്നെയാണ് ആയിട്ട് വരുന്നത്. ഹെഡിങ്, ലോങ് റേഞ്ച് ഷൂട്ടിങ് ഒക്കെ എന്തിനാണ്. പിന്നെ സെൻറ്റർ ഫോർവേഡ്, വിഷണറി പാസ്, കുഴപ്പമില്ല. പക്ഷേ സ്റ്റാമിന പീറ്റർ ചെക്കിനെ കിട്ടിയ അവിടെ നമ്മൾ ഗൈസ് ജയിച്ചു. നമ്മൾ അവിടെ കൊണ്ടുപോയി എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ പെനാൾട്ടി അടിക്കട്ടോ. നമുക്ക് പെനാൾട്ടി അടിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ എനിക്കിപ്പോൾ 100 കോയിനാണ് പെനാൾട്ടിയിൽ. 100 കോയിനും കൂടി അടിച്ചാൽ ഈ ഒരു ഞായറാഴ്ച മുമ്പ് അടിക്കണം. അടിച്ചാൽ പുളി, അത്രയേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് പാക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ അതിനെക്കാട്ടി നല്ല പാക്ക് വ്യാഴാഴ്ച വരുമെന്നും പറയാൻ പറ്റില്ല. വെറുത്ത് പാക്കാട്ടത് 497 ആയി ഗൈസ് പൈസ. നമ്മൾ കറക്കും എന്ന് പറഞ്ഞാൽ കറക്കും, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പീറ്റർ ചെക്കിൻ്റെ കറക്കും. പക്ഷെ അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യും. നമുക്ക് ഈ പാക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലോ ഗൈസ്. എന്നിട്ട് ഫസ്റ്റ് ട്രൈയിലേക്ക് അടിച്ചാലോ. റീസെറ്റ് ഗൈസ്, ഫസ്റ്റ് ട്രൈ എടുക്കട്ടോ. ഫസ്റ്റ് ട്രൈ ഗൈസ് നമുക്ക് അടിച്ചിട്ടില്ല. അങ്ങോട്ട് അടിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. 107 ഔട്ടാ ചെക്ക്. 107 ചെക്കും 107 സ്റ്റാമും 105 സ്നെബനുമാണ് വേർമെലൻ. പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് വന്നിട്ടില്ല. പിന്നെ വേറെ ഒന്നും വന്നിട്ടുണ്ടോ എന്താണെന്നല്ലേ, മാച്ച് ഇവൻറ്റ്സ് PvP ദീസ്. നമ്മൾ പിന്നെ FC ബാഴ്സലോണ അല്ലേ വേണ്ടേ. FC ബാഴ്സലോണ. പിന്നെ ഗൈസ് ടീമെ നോക്കാം. ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് പോലെ ഞാൻ ഇപ്പോൾ കാണിച്ചത് ഗൈസ്. ഇനി കുറച്ച് ആൾക്കാരോട് ഇറക്കുക. യൂറോപ്പ് എടുക്കുക, സ്പാനിഷ് ലീഗ് എടുക്കുക, FC ബാഴ്സലോണ ഡൺ. ഇതാ കിടക്കുന്ന ജൂലി, ജൂലി ഇവനൊക്കെ ഇറക്കിയിട്ടാണ് കാലങ്ങളായി ഗൈസ്. ഇനി ആരായിട്ടും കുറവ്, അതിനനുസരിച്ച് നമ്മൾ അടുത്ത ആൾ ഇറക്കണം കേട്ടോ. ലാമിൻ ജമാലു 97 കുറവ്, 97 നമ്മൾ വീണ്ടും കയറിയിട്ടുണ്ട്. കുബാർസി ഞാൻ പറയാം 97 മേലൊക്കെ ഞാരെങ്കിലും ഉണ്ടോ ഇല്ല. അതാ വരണേ. അവൻ കൂടി റഫീഞ്ഞ ഞാൻ പറയാ എന്താ പറയണ്ട്. 1953 അല്ലേ, 29 അല്ലേ, ഇപ്പോൾ 54. നമ്മൾ കളിക്കളത്തിലോട്ട് ഇറങ്ങാൻ തയ്യാറാണ് ഗായ്സ്. വി ആർ റെഡി for killing
ഓൾ ഓഫ് ദാം. അപ്പോൾ നമുക്ക് ഇതിലുള്ള ആരാകുന്ന കണ്ടറിയാം. ആളെത്തിയില്ല. നമുക്ക് ഇതിനൊരു ട്രിക്ക് ഉണ്ട് ആള് പെട്ടെന്ന് എത്താനുള്ളതൊക്കെ. അതിന് ചെക്കിങ് കണക്ഷൻ അതായാൽ മതി. അതായത് ഗൈസ് മൾട്ടിപ്പിൾ ടാക്കിൾസ് ഇത് വായിച്ചാൽ മതി. ഇത് വായിച്ചാൽ ആൾ വരുന്നതാണ്. കാണിച്ചു തരാം. കോൾ ഫോർ പ്രഷർ ഓൾഡേഴ്സ് യുവർ പ്ലെയേഴ്സ് ടു പ്രഷർ ദി ഓപ്പോസിഷൻ. പ്രഷർ ദി ബോൾ. കണ്ട കുറച്ച് വായിച്ചപ്പോൾ തന്നെ ആളെത്തിയിട്ടുണ്ട്. കാരിയർ വൈൽ ബ്ലോക്കിംഗ് പോസിബിൾ. കണ്ട ആളെത്തി. അപ്പോൾ ഇനി ഓനെ തീർത്താൽ മതി. അപ്പോൾ ഗൈസ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കാണ് ഓൻ്റെ ഹോം ഇന്ത്യ വേയാണ് ഗൈസ്. ആര് ജയിക്കും കണ്ടറിയാം. നല്ല രസം ഗൈസ്. നമ്മൾ ജയിച്ചാൽ കിണ്ണണം. ജൂലൊക്കെ ഫുൾ ഫോമിൽ കിടേനോ. ഗ്യാവിനെ ഇറക്കാം അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട്. പിന്നെ റൈറ്റ് വിങ്ങായി ലാമിൻ ജമാലു കുട്ടിനെ ഇറക്കാം. പിന്നെ സെൻട്രൽ ഫോർവേഡായിട്ട് ലെവൻഡോസ്കി. ഇതതി നല്ല ടീമാണ്. ചെക്കൻ റെഡിയാണല്ലോ. നമുക്ക് ഈ കളിയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ ചെക്കൻ റെഡിയല്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞ പ്രശ്നം. നമുക്ക് നല്ല കയറിയാണ് തിരിച്ചു തരാൻ കഴിയില്ല. നമുക്ക് ബോൾ കിട്ടുക. നല്ല ബോളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞ കോൺടെക്സ്റ്റ് ഇപ്പോൾ എൻ്റെ ബോളൊക്കെ എൻ്റെ ബോൾ ഇതിന് ക്യാൻസലാക്കിയടാ. ഒരു നല്ല ബോളാണ് കോൺടെക്സ്റ്റ് 25. ഇപ്പോൾ നല്ല ബോൾ നിൻ്റേതേതാരോ പറദീസേ. നിൻ്റെ ബോൾ പറദീസാണ്. കോൺടെക്സ്റ്റ് 25 Pro ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതില്ലാണെങ്കിൽ പറദീസേ പറദീസ. നല്ല ഭീഷ്മവാദത്തെ പാട്ടില്ലേ പറദീസേ. ഈ ഭീഷ്മവാദം പടം നിങ്ങൾക്ക് ഇപ്പം അറിയണ്ടാവില്ല. പക്ഷേ കുറച്ച് കാലം മുമ്പ് ട്രെൻഡിങ് ആയിരുന്നു. അതിലത്തെ ഒരു സംഭവമുണ്ട്. ചാമ്പിക്കോ കളി തുടങ്ങാൻ പോവുകയാട്ടാ. വി വിൽ വോൺ. ഓൻ്റെ കോച്ചും ഓൻ്റെ സ്റ്റേഡിയം റൂബൻ അമോറിമാണ് ഓൻ്റെ കോച്ച്. അപ്പോൾ ഈസ് എ ഔട്ട്ഡോർ പ്ലെയർ വിത്ത് മീ. ഐ ആം ഓൾസോ എ ഔട്ട്ഡോർ പ്ലെയർ. ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് കേൾക്കാം. അറക്കടാ അറുത്തിട്ടേക്കണ്ട. അപ്പോൾ കളി തുടങ്ങിയിട്ടാ. എവിടെ അവിടെ കമവിങ്ക ട്രാവൽ ഗൈസ്. റൊണാൾഡീഞ്ഞോ ബോൾ കിട്ടിയില്ല ഗൈസ്. ബോൾ കിട്ടിയില്ല. ഇറ്റ്സ് നോട്ട് മൈ പ്രോപ്സ്. ഇത് കള്ളക്കളിയാ. ബോൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾക്ക് ബോൾ തരില്ലല്ലോ ബെല്ലിംഗ് നമുക്ക്. ഓ ഗൈസ് ഏതാ അടി. നല്ല ഷോട്ടൊക്കെ അടിക്കണ്ടേ. പക്ഷേ നമ്മളെ കീപ്പർ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം വീട്ടിൽ ബായിയ. ചെക്കൻ്റെ വക കോർണർ വരികട്ടാ. ഹസാഡാണ് എടുക്കണേ. ഹസാഡ് ഓ പോസ്റ്റിക്ക് ഇതിന് ട്രൈ. ഇഷ്ടമായി ഗൈസ്. ഇഷ്ടമായി. നല്ല കേള്. പോസ്റ്റിക്ക് ഇങ്ങനെ വളഞ്ഞ് കയറാൻ നിൽക്കേനു. വിപ്രായ ഗൈസ്. നമുക്ക് ബോൾ കിട്ടിയില്ല. ബോൾ നമുക്ക് കിട്ടി അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ കിട്ടിയപ്പോൾ മിസ്പാസോ അല്ലെങ്കിൽ ഓരോ വന്നെടുത്തിട്ട് ബോൾ പോകും. ചങ്ങായി ഭയങ്കര കളി. പക്ഷെ വോയിസും വന്ന് ബാക്കിൽ നിന്ന് വെട്ടി. പക്ഷെ അതിൽ കാര്യമില്ല. ബെല്ലിംഗ്ഹാം പിന്നെയും വന്ന് ഉണ്ടാക്കി. സാഡ് ഗൈസ് സാഡ്. ഇതൊക്കെയാണ് പ്രശ്നം. ചില ആൾക്കാരോട് കളിക്കുമ്പോൾ എനിക്ക് ദേഷ്യമുണ്ട് കയറി വരും. പ്രഷർ ഇങ്ങനെ കയറും. എന്താ അറിയില്ല. ചില ആൾക്കാരോട് മാത്രം കളിക്കുമ്പോൾ. ചില ആൾക്കാർ എനിക്ക് ഇഷ്ടമില്ലാണ്ടാണിത്. ആ ചില ആളിലൊന്ന് ഇവനാണ് ചൊറ പരിപാടിയാണ്. നോക്കാം മറ്റോടത്തെ പരിപാടിയിട്ട് വന്നോളൂ. ഇതിനുള്ള നമ്മൾ കൊടുക്കും ഗൈസ്. കമ്പാക്കെങ്കിലും വരുത്തണം. എന്തെങ്കിലും വഴിയുണ്ടോ? ബെല്ലട്ടി ലമിഞ്ഞമാലോ ഗൈസ് ചൗമേനി റൊണാൾഡീഞ്ഞോ നല്ല അറ്റാക്ക് ചെയ്യണോ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഒന്നുകൊണ്ട് മനസ്സിലാവില്ല കുട്ടികൾ. ഗൈസ് റൊണാൾഡീഞ്ഞോ പറ്റിച്ചേ കമവിങ്ക ആയിപ്പോയി. റൊണാൾഡീഞ്ഞോ
റൊണാൾഡിനെ റൊഡീഗർ എടുത്ത് ഗൈസ് ഉള്ള കളി കളിച്ചുകൊണ്ടിരിക്കുകയാണോ. ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് ഗൈസ്, ആർട്ട് ഓഫ് കൗണ്ടർ അറ്റാക്ക്. റൗൾ ഇട്ടാണ്ട് വിട്ടിയോടോ ഹുയ്സൺ. റെഡാ മഞ്ഞുള്ളൂ നിസ്സാരോ. അറ്റാക്ക് ചെയ്യുക അത് നമ്മളെ സ്ഥലത്തേക്ക്. ഹുയ്സൺ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാം. വെട്ടി നോക്കൂലേ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ബാക്കി വെക്കൂല ഗൈസ്, അറുത്ത് കളയും ഗൈസ്. ഗൈസ് റൗള് പോസ്റ്റിക്ക് വിക്ടർ ബാൻ ഉണ്ടാവും. എങ്ങനെ കീഴ അത്രക്കും ദൂരത്തുനിന്നൊക്കെ നിന്നു. 2 മുടക്കാണ് പൊട്ടിക്കണേ. ഹാഫ് ടൈം ആയില്ല, ആകെ സമാധാനത്തിരിക്കുക. ഗൈസ് ഇപ്പോട്ടെടുക്കും. ഗൈസ് ഞാൻ അടിച്ച ഗോളായി വിചാരിച്ച്. വിക്ടർ ബായ പെട്ടെന്ന് കൊടുക്കുക തന്നെ. ഒറ്റയടിയാണ് അടിച്ചിട്ട്. ഗൈസ് ഗാവി ലാൻഡോസ്കി ഒന്ന് ഓടി. പക്ഷെ അവിടെ റുഡീഗറിനെ ഇട്ട് വെട്ടാൻ നോക്കി ലാൻഡോസ്കി. ഗൈസ് ബോയാൻ ക്രിക്കറ്റ്സ് ബോജാൻ ഇവിടെ മിൽട്ടാവോ എന്തോ ഒരു മിൽട്ടാവോ. ഗാവി ലാൻഡോസ്കി ഇതാ പോണേ. ഈ റൊണാൾഡീഞ്ഞോൻ്റെ കുറച്ച് കാഴ്ചകൾ. ഈ റൊണാൾഡീഞ്ഞ ഇപ്പോൾ സ്കില്ല് എടുക്കണില്ലടാ. ഇതിൻ്റെ പ്രശ്നമല്ലോ, സ്കില്ല് എടുക്കാത്തതാണേ. സ്കില്ല് ഭാഗ്യം. അങ്ങനെങ്കിലും ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതിയാണ്. രണ്ടും കഴിയണില്ല, എന്താ അറിയില്ല, ഭയങ്കര പണി. ടാസ്ക് ഇല്ലാതെ വെക്കൂലല്ലോ. ചെക്കൻ ഭയങ്കര കളിയാണ്. നല്ല ലീവ് അടിച്ച് പോയാലാ. ക്യൂൻ്റെ അവിടുന്ന് ആരാ എന്നോട് എടുക്കാൻ പറഞ്ഞേ. എടുത്തതാ. വിഷൻ കാത്ത് രക്ഷിച്ച്. റുഡീഗർ ലാൻഡോസ്കി എടുത്ത്. ലാൻഡോസ്കി ഡാവിഡ് വിയ അടിച്ചാൽ വിട്ടൂടെ. അതും തട്ടി. ഒരു കീപ്പർ ആരാ അവിടെ നിന്നൊക്കെ തൊട്ടാനേ. അത്രക്കും നല്ല കീപ്പറാ. ആ പേരറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഗൈസ് കഴിക്കാനോ പോയി അവിടെ അടുത്ത്. ഈശ്വരൻ അടിച്ചാൽ വിട്ട് വാണന്മാരി വിട്ടിട്ടുണ്ട്. കരേരാസ് ഒരു കീപ്പർ ആരാ. അവൻ്റെ കീപ്പർ ആരാ എനിക്ക് നന്നായിട്ട് അറിയണം. നമ്മൾ കുറേ വിട്ടിട്ടാ. വേറെ റെഡോ ഒക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മളെന്ന് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ അവനൊക്കെ. സെക്കൻഡ് ഫ്രീ കിക്കുണ്ട്. പോസ്റ്റിക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ത് ഗൈസ്, നമ്മൾ വിചാരിച്ച നടക്കാത്തതായിട്ട് എന്തുണ്ട്. ചെക്കൻ വരുന്നില്ല. കളിൻ്റെ ഇടയിൽ അറിയണം എനിക്ക് അവൻ്റെ കീപ്പർ ആരാണ്. എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കളിൻ്റെ ഇടയിൽ അറിയാൻ പറ്റുമോ നോക്കാമല്ലോ. റമിയമാലോ ബെല്ലേട്ടി കൂട്ടിയാണ്. റമിയമാല ഒന്നും കൂടി കൊടുക്കുക അങ്ങോട്ട്. എന്താണ് ജമാല, നമ്മൾക്ക് മിക്കവാറും ഒരു ജോബിൽ നിന്ന് വാങ്ങും ആരെങ്കിലുമൊക്കെ. വാങ്ങിയില്ലെങ്കിൽ കൂടെയുള്ള വാശിക്ക് തന്നെ ആൾക്കാർ. മഞ്ഞാണ് നമുക്ക് 3 മഞ്ഞരായി. 3 മഞ്ഞാണ് വാങ്ങിയത്. ആരാ പോസൊക്കെ? ഞാനൊന്നുമല്ല. ഇതിപ്പോ 22 സെക്കൻഡാ. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്? സെക്കൻഡ് ഫ്രീ കിക്ക്. മഞ്ഞക്കാട് വിഷയമല്ല ബ്രോ. ബെല്ലേട്ടിക്കും കൊണ്ട് ഹീസണും കൊണ്ടു. ഇപ്പോൾ ഇതാ ബന്നു. ഇബൻക്ക് ഭ്രാന്താണ്. കിട്ടിയെടുത്തുനിന്നൊക്കെ അടിച്ചാണ്ട് വിടുക തന്നെ. പോസ്റ്റിക്ക് തന്നെ പോകണ്ട അതുമില്ല. ഗൈസ് ബെല്ലേട്ടി ഇവിടെ കമവിങ്ക
പോയാൻ ക്രിക്കറ്റ് കമവിങ്ക നല്ലൊരു പാസ് റൊണാൾഡിഞ്ഞോ നല്ലൊരു പാസ് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. ത്രോ നമ്മൾ കാച്ചുള്ളൂ. പിന്നെ ത്രോ ഒക്കെ നമുക്കുള്ളതല്ലേ ഉള്ളൂ. റൊണാൾഡിഞ്ഞോക്ക് തന്നെ കൊടുക്കാം ഗൈസ്. ഓ ബെല്ലട്ടി കൂണ്ട ഡാമിയമാലോ ഗാവി സ്റ്റിങ് അടിക്കാനുള്ള പ്ലാനിലേനു. ഞാൻ പഠിക്കുന്ന കീപ്പറിനെ കൊണ്ട് നോക്കട്ടെ എന്താ ഉണ്ടാവുക നോക്കാം. പൈസ സുഖമായിട്ട് ഓവർ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജയിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് നല്ല ലീവ് അടിച്ചു പോകണം. ഇതൊക്കെ ആരും തോൽക്കും. ലീവ് അടിച്ച് പോയാലൊന്ന് ആലോചിക്കുകയാണ് ഗൈസ്. എന്തൊക്കെ ചെയ്യുക. ലാമിയമാൽ ബെല്ലട്ടി ഗാവി ബെല്ലട്ടി ഗൈസ് എൽവാരോ കരേരാസ് ഗാവി പിടിച്ചിട്ടുണ്ട്. വിയ ഞാൻ പാസ് എടുത്താണ് ഒറ്റ അടി അടിക്കാൻ നിൽക്കാനോ. ഡബിൾ ടച്ച് എടുത്തില്ല. ഗൈസ് ബാക്കൊക്കെ അങ്ങനെ പോവാണ് റൊണാൾഡിഞ്ഞോ. നമുക്ക് ഭയങ്കര ബെല്ലട്ടി കൂണ്ട റൊണാൾഡിഞ്ഞോ കമവിങ്ക റൊണാൾഡിഞ്ഞോ ആന്റോണിയോ റൂഡിഗർ റൊണാൾഡിഞ്ഞോ ലെവൻഡോസ്കി ഗൈസ് ഇവിടെ ഗൈസ് കമവിങ്ക നമുക്ക് ലാഗുമായി. ഇനിയിപ്പോൾ പറയാൻ കാരണമായി നമ്മൾ പൊട്ടിയത് കൊണ്ടാണ്. എന്താ ഗൈസ് ചെക്കന്മാർ ചെയ്യണേ ഗൈസ്. കഴിയില്ല, നമുക്ക് കഴിയുന്നില്ല. അവിടേക്ക് കൊടുക്കും നിങ്ങൾക്കറിയാം. എല്ലാം നമുക്ക് അങ്ങ് ഒരു പരിപാടി ചെയ്യാം. ആരും അറിയണ്ട. ഞാൻ ആരോഗ്യം നല്ല ലീവ് അടിച്ച് പോയതാണോ. പക്ഷെ ലീവ് അടിച്ചിട്ട് ലീവ് അടിക്കണമാവും നല്ല എൻ്റെ ഊഹത്തിൽ. പക്ഷെ വേണ്ട, ഒരു കളിയല്ലേ രണ്ട് ഫുള്ളാക്കാം. ആന്റോണിയോ റൂഡിഗർ ബെല്ലിംഗ്ഹാം ഗാവി റൂഡിഗർ എടുക്കുകയാണ്. ലുക്ക് ബിഫോർ യു പാസ് എന്നാണ് അനലിസ്റ്റ് പറയുന്നത്. ആ പ്രഷർ ചെയ്ത് പോവാം. ഞാൻ ഇത്ര നേരം സ്പ്രിൻറ്റിൽ പോയതാണ്. എടുക്കാം. മഞ്ഞ അടുത്ത മഞ്ഞ. നമുക്കിത് ഇതും കൂടി മൂന്നാമത്തെ മഞ്ഞ ഗൈസ്. നാലാമത്തെ മഞ്ഞ. ഞാൻ ഒരു കാര്യം കാണിച്ചിട്ട് നീ കളി കഴിയണതിന് മുമ്പ് ഇപ്പോഴേ പോസാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു ഗോളെങ്കിലും അടിക്കേണ്ട തിരിച്ച്. അത് ഞാൻ ആലോചിക്കണേ. ഒരു അത്യാവശ്യമുണ്ട്. ഒന്ന് എങ്ങനെങ്കിലും അടിച്ചുവിടും പുറത്തേക്ക്. ഞാനൊരു കാര്യം കാണിച്ചിട്ട് ഗൈസ്, വേറെ ഒന്നുമല്ല, ഞാനൊന്ന് പോസാക്കി ലീവ് അടിച്ച് പോകുന്നില്ല കേട്ടോ. നമ്മൾ ആ പരിപാടി നമുക്കില്ല. നമ്മൾ ആണുങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ പരിപാടിയും കാണിക്കില്ല. ഞാൻ കാണിച്ചിട്ട് നോക്കിയാ 1 2 3 4 മഞ്ഞ. 4 മഞ്ഞ ഗൈസ്. 4 മഞ്ഞ. നല്ലൊരു ചിപ്പൺ കുടിച്ചിട്ടുണ്ട് ഗൈസ്. റൗള് കളി കഴിഞ്ഞ് നമ്മൾ ജയിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സുഖമായിട്ടുള്ള കളി അതുകൊണ്ട് നമ്മൾ ഈ സീറ്റൊന്ന് വിട്ടുകൊടുത്ത് പാവം കിടന്ന് കെഞ്ചി. അപ്പം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ പാടില്ല വിചാരിച്ച് ഒന്ന് നിസ്സാരമാക്കിയതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ നിരത്തിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.